കരിപ്പൂർ ടോളിൻ്റെ അവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ. എന്താ ഈ കാണുന്ന ഹിന്ദിക്കാർ പെരുമാറിയതാണ് ഈ കാണുന്നത്. ഉംറ കഴിഞ്ഞ് വരുന്നതാണ്. ഇവനെയും ഇവന്റെ ബ്രദറിനെയും 6 പേര് വട്ടം കൂടിയിട്ട് 5 മിനിറ്റിന്റെ അടുത്തോളം തല്ലി. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ കാലിക്കറ്റ് എയർപോർട്ടിൽ യാത്രക്കാർക്കും കൂടെ വരുന്നവർക്കും തലവേദനയായി ടോൾ ജീവനക്കാരുടെ ഗുണ്ടായിസം നിത്യസംഭവമാകുന്നു. നിരവധി പരാതികൾ ഇതിനിടെ ഇവർക്കെതിരെ വാർത്താമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഇരയായത് ഉംറ കഴിഞ്ഞു മടങ്ങുന്ന സ്ത്രീകളടങ്ങുന്ന കുടുംബങ്ങളാണ്. പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ടോൾ ജീവനക്കാരനായ യുവാവാണ് മർദ്ദിച്ചത്. മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത്. മാതാവിനൊപ്പം ഉംറ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു മർദ്ദനം. ചാർജ് ഷീറ്റ് പ്രകാരം 30 മിനിറ്റിന് 40 രൂപയും 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ 65 രൂപയുമാണ് ചാർജ്. 30 മിനിറ്റിനുള്ളിൽ മടങ്ങിയിട്ടും 1 മണിക്കൂറിന്റെ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് റാഫിദ് പറയുന്നു. 6 പേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. പരിക്കേറ്റ റാഫിദ് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. റാഫിദിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ മുറിവുകളും പാടുകളുമുണ്ട്. ടോൾ പിരിവിലെ പ്രശ്നങ്ങൾ നിത്യസംഭവമായതോടെ സ്ഥലം എംഎൽഎയും മറ്റു പൊതുപ്രവർത്തകരും ഇടപെട്ടത് 2 ദിവസം മുൻപാണ്. എംഎൽഎ നേരിട്ട് പരിശോധന നടത്തി ക്രമക്കേടുകളുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച ഇനിമേലിൽ ഉണ്ടാകില്ലെന്ന് എംഎൽഎയ്ക്ക് വാക്കുകൊടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ അക്രമം നടന്നത്. ടോൾ ജീവനക്കാർ നിയമത്തോടും നിയമ സംവിധാനത്തോടും തികഞ്ഞ പുച്ഛമാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ അവസ്ഥയാണ്. ഇവന്റെ കൈ പുറത്തുള്ള വണ്ടി ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. ഉംറക്ക് പോയ ഒരു ഉമ്മക്കും മോനും ഫാമിലിക്ക് ഉണ്ടായ അനുഭവമാണ്. ഇപ്പൊ ഇവർ എന്തിനാ തല്ലിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് ഇവരോട് ചോദിച്ചു. ഇവരാകെ എടുത്തിട്ടുള്ളത് 1/2 മണിക്കൂറാണ്. 1/2 മണിക്കൂർ എടുത്തിട്ടില്ല, 27 മിനിറ്റാണ് ഇവരാകെ എടുത്തിട്ടുള്ളത്. അപ്പം 1/2 മണിക്കൂറിന്റെ പേയ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത്. പക്ഷേ 1/2 മണിക്കൂറിന്റെ പേയ്മെന്റ് പോരാ, നിങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറിന്റെ പേയ്മെന്റ് നിങ്ങൾ തരണം എന്നും പറഞ്ഞിട്ടാണ് ഇവരെ തല്ലിയിട്ടുള്ളത്. ആൾറെഡി ഇവിടുത്തെ ടൈമിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്നാൽ ടി വി ഇബ്രാഹിം സാറും APD ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം, അത് ഇന്നത്തെ ഡേറ്റ് 1/1/2025 പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും കാലം നമ്മളെ പൈസ കൊണ്ട് കൊല്ലാക്കല് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ ആക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും പ്രതികരിക്കണം, ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം. കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും ഈ അവസ്ഥ വരിക.